എടാ മക്കളെ, നാളെ ബയോളജി എക്സാം എഴുതാൻ പോകുന്ന +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറയുന്ന പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പ്രധാനപ്പെട്ടത് പറയാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ ജെൽ ഇലക്ട്രോഫോറസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജെൽ ഏതാണ്, അതിന്റെ പ്രത്യേകത എന്താണ്? ജെൽ എന്ന് പറയുന്ന അഗറോസ് ജെല്ലാണ്. അത് എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്നുകൂടി നിങ്ങൾ പഠിക്കുക. ഇനി ഈ ജെല്ലിൽ നിന്നും DNA ഫ്രാഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേര് എലൂഷൻ എന്നാണ്. എലൂഷൻ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്താണ് എലൂഷൻ എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഈ PCRലെ പ്രധാനപ്പെട്ട 3 പ്രോസസ്സുകളുണ്ട്. ഈ 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം അവിടെ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. അതായത് മോസ്റ്റ് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈമാണ്. ഈ എൻസൈമിനെ പറ്റിയിട്ട് കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്ലാസ്മിഡ് എന്താന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ക്ലോണിംഗ് വെക്ടർ എന്താന്ന് പഠിക്കുക. ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് PBr322 എന്ന് പറയുന്നത്. PBr322 എന്താണ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്ത പ്ലാസ്മിഡ് വെക്ടർ ആണ് PBr322 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഒരു പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ആ പടം കൃത്യമായിട്ട് പഠിക്കുക. അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ TETR എന്താണ്, റോപ്പ് എന്താണ്, ROP എന്താണ്, ഒറി എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് സെലക്റ്റബിൾ മാർക്കറിന്റെ ഡെഫിനിഷൻ കൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ഫൈനലി ഒറിയുടെ സിഗ്നിഫിക്കൻസ് കൂടി നിങ്ങളൊന്ന് ആ ഒരു പോർഷനിൽ നിന്നും പഠിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ചോദ്യങ്ങളാണ്. ഫൈനലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ റീകോമിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 2 മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്ന മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. രണ്ടാമത്തത് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്സുകൾ മാത്രം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ പേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും.